അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് ശരിക്കും വരയിലൂടെ തന്നെയാണ്. നമ്മൾ കമ്മീഷൻ പോർട്രേറ്റ് വരച്ച് കിട്ടുന്ന ആ ഒരു കാശിൻ്റെ ചെറിയൊരു ഭാഗം കൊണ്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, പോർട്രേറ്റ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഇന്ന് ഭാഗ്യമുണ്ട്, മഴയില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. മച്ചനെല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വരയിലൂടെ ഒരു യാത്ര തുടങ്ങണം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ കാലത്ത് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒരു 5:30-ക്കൊക്കെ ഇറങ്ങിയതാണ്. ഇപ്പോൾ പെങ്ങളുടെ അടുത്ത് ചായ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു, പുറത്തുനിന്ന് കുടിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇപ്പോൾ നമ്മൾ പാലത്തൂർ കഴിഞ്ഞിട്ട് വടക്കഞ്ചേരി അതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ചായക്കട കണ്ടു. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു ചായ, ലൈറ്റായിട്ടൊരു ചായ അടിച്ചിട്ട് പോവാം. എന്നാലേ യാത്രയ്ക്കൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. ഒരു ചായ. നമ്മുടെ കുതിരാൻ തുരങ്കം ഒരെണ്ണം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് തൃശ്ശൂരിലോട്ട് പോകുമ്പോൾ ഇടതുഭാഗത്തുള്ള തുരങ്കമാണ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ഈ വഴി വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല മഞ്ഞൊക്കെ മൂടിയ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു വ്യൂ ആണ്. ഇപ്പോൾ ആ തുരങ്കത്തിൻ്റെ കാഴ്ച കൂടി കാണിച്ചു തരാം. മച്ചനെ കുതിരാനെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടുമറന്നൊരു പഴയ കഥയുണ്ട്. ഒടിയൻ്റെ നാടാണ് പാലക്കാട്, അതുകൊണ്ട് മിഥ്യകൾക്കും കെട്ടുകഥകൾക്കും ഒരു ക്ഷാമം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ പഴയ പ്രേതപടങ്ങളിൽ, അടൂർവാസി ആ ഒരു കാലഘട്ടത്തിലുള്ള പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല വെളുത്ത സാരി എടുത്ത് സുന്ദരികളായിട്ടുള്ള പ്രേതങ്ങൾ ചുണ്ണാമ്പ് ഉപയോഗിച്ച് അടുത്തേക്ക് വരും അത്ര. അങ്ങനെ കഥകളുണ്ട്. അതുമായിട്ട് ബന്ധമുള്ളൊരു കഥയാണ്. അതായത് കഥയല്ല, ഇവർ നടന്നതാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മുമ്പുള്ളവർ. അതായത് ഈ കുതിരാൻ എന്ന് പറയുന്നത് 1975 ശേഷമൊക്കെയാണ് ഒരു മര്യാദയ്ക്കുള്ള റോഡൊക്കെ ആയത്. അതിൻ്റെ മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്കുള്ള റോഡായെങ്കിലും തിരക്ക് കുറവാണ്, ഒറ്റപ്പെട്ട ഏരിയയാണ്. അതിൻ്റെ മുമ്പപ്പോൾ അതിനും വളരെ മോശം അവസ്ഥയിലാണ്. പിടിച്ചുപറിക്കാർ, കൊള്ളക്കാർ. ഇപ്പോൾ രാത്രി അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ആരും യാത്ര പോകില്ല. അഥവാ പോവുകയാണെങ്കിലും മാക്സിമം ഒഴിവാക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂട്ടിൽ പോകും. അപ്പോൾ ആ ടൈമിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്കാരിൽ പാതിരായ്ക്ക് പോകണ സമയത്ത് റോഡിൻ്റെ സൈഡിൽ ഇവർ നല്ല സുന്ദരികൾ വെളുത്ത സാരി എടുത്തിട്ട് കൈ കാണിക്കും അത്രേ. എന്നിട്ട് അടുത്ത് വന്നിട്ട് ചുണ്ണാമ്പ് തരുമോയെന്ന് ചോദിക്കും. അപ്പോൾ ഈ അറിയുന്ന ഡ്രൈവർമാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി ഇവരുടെ കൈവശം വെച്ചിട്ടുണ്ടാകും. ആ കത്തിയിൽ ചുണ്ണാമ്പാക്കിയിട്ട് കൊടുക്കും. അപ്പോൾ ഈ ഇരുമ്പല്ലേ, ഇപ്പോൾ ഇവർ പേടിച്ചിട്ട് ഈ മാറിപ്പോവും എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അപ്പം ഇത് നാട്ടുകാരനെ പേടിപ്പിക്കാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ പിടിച്ചുപറിക്കാർ തന്നെ ഉണ്ടാക്കിയൊരു കഥയായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പാടിപ്പതിഞ്ഞ് വന്ന കഥകളായിരിക്കും. അപ്പം അതൊക്കെ പോട്ടെ, നമുക്ക് കുതിരാൻ്റെ ചെറിയ അറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഇതിന് ഏകദേശം ഒരു 945 മീറ്ററോളം നീളമുണ്ട്. അതുപോലെ തന്നെ 14 അടി വീതിയാണ്, 10 അടി ഹൈറ്റ് ഉണ്ട്. 300 മീറ്റർ ഗ്യാപ്പിലൊരു 2 എമർജൻസി എക്സിറ്റ് അടുത്ത തുരങ്കമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ.